പുതിയ പോർമുഖം തുറന്ന് എൻ പ്രശാന്ത് IAS സസ്പെൻഷൻ നീട്ടിയതിന് പിന്നാലെ ചീഫ് സെക്രട്ടറി എ ജയതിലകനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നു. വ്യാജരേഖ സമർപ്പിച്ച് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തുന്നുവെന്നാണ് ആരോപണം. ഒരിടവേളയ്ക്ക് ശേഷമാണ് സസ്പെൻഷനിൽ തുടരുന്ന എൻ പ്രശാന്ത് IAS ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരെ രംഗത്ത് വരുന്നത്. ഇത്തവണ ഗുരുതര സ്വഭാവമുള്ള ആരോപണമാണ് രേഖകൾ സഹിതം പ്രശാന്ത് ഉന്നയിച്ചത്. ചീഫ് സെക്രട്ടറിയായ ജയതിലക് സർക്കാരിൽ വ്യാജരേഖ സമർപ്പിച്ച് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തുന്നുവെന്നാണ് ആരോപണം. വസ്തു വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും IAS ഉദ്യോഗസ്ഥർ സർക്കാരിനെ അറിയിക്കണം എന്നാണ് ചട്ടം. എന്നാൽ ജയതിലക് ഇക്കാര്യം മറച്ചുവെച്ച് 1 ലക്ഷം രൂപയിലേറെ പ്രതിമാസം അനധികൃതമായി നേടുന്നുവെന്നാണ് ആരോപണം. തരിശായ ഭൂമി അച്ഛനിൽ നിന്ന് കിട്ടിയെന്നും അതിൽ വരുമാനമൊന്നുമില്ലെന്നുമാണ് സർക്കാരിനെ ജയതിലക് അറിയിച്ചത്. എന്നാൽ ഒരു സ്ത്രീയുമായുള്ള പാട്ടക്കരാർ പ്രശാന്ത് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടു. ഇതിൽ വരുമാനമായി പറയുന്ന 1,17,000 രൂപ വാർഷിക സ്വത്ത് സമർപ്പണ രേഖകളിൽ നിന്നും മറച്ചുവെച്ചുവെന്നാണ് ആരോപണം. ഇങ്ങനെ വ്യാജ സത്യവാങ്മൂലം ജയതിലക് സമർപ്പിച്ചിട്ടും മുൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അത് മുക്കിയതായും ജയതിലകിനെതിരെ ഒരു നടപടി ഉണ്ടായില്ലെന്നും പ്രശാന്ത് പറയുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.